ദൈവത്തിൻ്റെ ദാസനായ പൗലോസ് വിശ്വാസത്തിൽ നിജപുത്രനായ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 15-ാമത്തെ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. സഭ എന്താണെന്നും ആ സഭയിൽ നാം എങ്ങനെ പെരുമാറണം എന്നും വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർപ്പിക്കുന്ന ഒരു തിരുവെഴുത്താണ് നാം വായിച്ചു കേട്ടത്. സഭ ആരുടേതാണ്? ജീവൻ ഉള്ള ദൈവത്തിൻ്റെ സഭ. ജീവനുള്ള ദൈവമുണ്ടോ? വിളിച്ചാൽ വിളി കേൾക്കുന്ന, കരഞ്ഞാൽ കണ്ണുനീർ തുടയ്ക്കുന്ന, പ്രാർത്ഥിച്ചാൽ ഉത്തരം തരുന്ന ഒരു ദൈവമുണ്ട്. പല ദൈവങ്ങൾക്കും ജീവനില്ല. കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, വാ ഉണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല. പല ദൈവങ്ങളും ജീവനില്ലാത്ത ദൈവങ്ങളായിരിക്കുമ്പോൾ ജീവനുള്ള ദൈവം കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു: ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തെ ജയിച്ച യേശു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ സഭ. ആ സഭ ഏത് സഭയാണ്? അതൊരു കെട്ടിടമാണോ? അല്ല. അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ സംഘടനയുടെയോ പേരിൽ അറിയപ്പെടുന്നതാണോ? അല്ല. ജീവനുള്ള ദൈവത്തിൻ്റെ സഭ എന്താണ് എന്ന് തിരുവെഴുത്തിൽ നിന്ന് നാം മനസ്സിലാക്കണം. അത് സത്യത്തിൻ്റെ തൂണുകളിൽ പണിയപ്പെട്ടതാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ സഭ സത്യത്തിൻ്റെ തൂണുകളാൽ യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിൻ്റെ മേൽ പണിയപ്പെട്ടതാണ്. ഈ സഭയിൽ നടക്കേണ്ടത് എങ്ങനെയാണെന്ന് വളരെ വ്യക്തമാക്കുന്ന ഒരു വചനം. അതായത് ഒരു ക്രിസ്ത്യാനി എങ്ങനെ ആയിരിക്കണം ജീവിക്കേണ്ടത്. വിശേഷിച്ച് കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്നു. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. ആ സഭാ ജീവിതം എങ്ങനെയുള്ളതായിരിക്കണം എന്നതിനെക്കുറിച്ച് ദൈവത്തിന് കൃത്യമായ ഒരു രൂപരേഖയുണ്ട്. അതിൻ്റെ തെളിവാണ് നമ്മൾ ഇന്ന് വായിച്ച ദൈവത്തിൻ്റെ വചനം. പ്രമാണമില്ലാത്ത, ഉപദേശമില്ലാത്ത ലോകമനുഷ്യരെ പോലെ സ്വന്തം ഹൃദയപ്രകാരം, സ്വന്തം ആലോചന പ്രകാരം ഒരിക്കലും നടക്കുവാൻ അനുവാദം ഇല്ല സഭയിൽ ദൈവത്തെ ആരാധിക്കുന്നവർക്ക്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്. അവർ അവരുടെ വിളിയും തെരഞ്ഞെടുപ്പും തീർച്ചയായിട്ടും ഉറപ്പാക്കിയിരിക്കണം. ഓട്ടം ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ശ്രദ്ധയോടെ ഓടിക്കൊള്ളണം. ഓട്ടത്തിൽ ഓടുന്ന ട്രായ്ക്ക് തെറ്റിക്കഴിഞ്ഞാൽ അവരുടെ ഓട്ടം വെറും പാഴ്ശ്രമം മാത്രമായിട്ട് തീരും. അതുകൊണ്ട് നാം പ്രത്യേകമായിട്ട് ഇന്നത്തെ വചനം ശ്രദ്ധിക്കേണ്ടതാണ്. സഭ കെട്ടിയടച്ച തോട്ടമാണ്. അത് തുറന്നിട്ടിരിക്കുന്ന ഒരു മൈതാനമല്ല. സഭയ്ക്ക് അതിൻ്റെതായ പ്രമാണങ്ങളുണ്ട്, ഉപദേശങ്ങളുണ്ട്. ആ പ്രമാണത്തിലും ഉപദേശത്തിലും നിൽക്കേണ്ടവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ആഴ്ചയിൽ 6 ദിവസവും എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് പാപം ചെയ്ത് സിനിമാ തിയേറ്ററുകൾ കയറി ഇറങ്ങി, ബ്യൂട്ടി പാർലറുകളിലൂടെ കയറി ഇറങ്ങി, ഒടുവിൽ ദൈവത്തിൻ്റെ ആലയത്തിൽ വന്ന് കൈയടിച്ച് പാട്ടുകാരോടൊപ്പം ചേർന്ന് പാട്ടുപാടി ആരാധിച്ചാൽ, സ്തുതിച്ചാൽ അതിൽ ദൈവം പ്രസാദിക്കില്ല എന്ന് ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കണം. രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ നടപ്പ് സഭയിൽ എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ആയിരിക്കണം ദൈവത്തെ ആരാധിക്കേണ്ടത്, ഇതെല്ലാം ദൈവവചനത്തിൽ വളരെ വ്യക്തമായിട്ട് നാം രേഖപ്പെടുത്തിയിരിക്കുന്നു. സഭ ജീവനുള്ള ദൈവത്തിൻ്റെതാണ്. ദൈവത്തിൻ്റെ ഗ്രഹമാണ് സഭ. ആ സഭയിൽ
എങ്ങനെ പെരുമാറണം എന്നുള്ളത് തീർച്ചയായും വചനത്തിൽ കൂടി നാം മനസ്സിലാക്കണം. സറാഫുകൾ പരിശുദ്ധൻ 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 എന്ന് ആർത്ത് ഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗം, ദൈവം വസിക്കുന്ന മന്ദിരം ആണ് സഭ, അല്ലെങ്കിൽ നാം ഓരോരുത്തരും. ദൈവം വസിക്കുന്ന മന്ദിരമാകുന്ന നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയം ആണെന്നുള്ള വെളിപ്പാട് നമുക്കുണ്ടായിരിക്കണം. അതായത് ലോകമോഹങ്ങൾക്കോ ജഡമോഹങ്ങൾക്കോ അനുസൃതമായിട്ട് ആരെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ, പാപത്തെ വെറുക്കാതെ പാപത്തെ താലോലിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിച്ചാൽ തീർച്ചയായും അത് അസാധ്യമാണ്, ദൈവത്തിന് പ്രസാദമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഞാൻ വിശുദ്ധൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പിനെന്നുള്ള ദൈവവചന പ്രകാരം ദൈവത്തിൻ്റെ സഭയാകുന്ന, ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയത്തിൽ, ദൈവഗ്രഹത്തിൽ വിശുദ്ധിയോടെ പെരുമാറുവാൻ ഏവർക്കും ദൈവം കൃപ നൽകട്ടെ. ദൈവം നമ്മെ വിളിച്ചത് അശുദ്ധിക്കല്ല വിശുദ്ധിക്കത്രേ എന്നുള്ള വചനം നമുക്കോർക്കാം. ഹൃദയശുദ്ധിയോടെ ദൈവത്തെ സ്തുതിക്കുവാൻ, നല്ല മനസ്സാക്ഷിയോടെ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം കൃപ തരേണ്ടതിന് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. വചനമനുസരിപ്പാനുള്ള കൃപ എല്ലാവർക്കും നൽകണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.